ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ന്യൂ വീഡിയോ. നമുക്ക് നല്ലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ട സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കഴുകി വൃത്തിയാക്കിയ ചിക്കൻ. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഇതൊരു നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് സുധേട്ടൻ്റെ വക സ്പെഷ്യൽ ചിക്കൻ കറിയാണേ. കോട്ടയംകാര സ്റ്റൈലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയ ശേഷം നമുക്ക് സബോള അതിലോട്ടിടാം. സബോള അതിലേക്ക് ഇട്ടതിന് ശേഷം അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. സബോള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് അതിലോട്ട് മിക്സാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഉണ്ടല്ലോ, മസാലകളൊക്കെ, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് ആ മസാല ഈ സബോളയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ആ മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇത്തിരി വെള്ളം പോലും ഇല്ലാതെ അതിലേക്ക് ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സായി നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി അതിൻ്റെ എണ്ണ നമുക്ക് തെളിഞ്ഞ് വരണം. അതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സാക്കണം. ഇപ്പോൾ ഏകദേശം മസാലയിലൊക്കെ ആ ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിൽ ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ അതുമായിട്ട് ആ വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടത് വേവിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, ആ വെള്ളമൊക്കെ പറ്റി വരും. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇത് അത്യാവശ്യം നമ്മൾ ഇച്ചിരി ചാറോട് കൂടി എടുത്തേക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പറ്റിക്കണമെങ്കിൽ പറ്റിക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ലൊരു ചിക്കൻ കറിയാണ്.